എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്നലെ ഞാനിട്ട് ജാസിയുടെ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഒരു ലിങ്ക് ഒരാളിട്ടിരുന്നേ. ഞാൻ അപ്പോഴാണ് ആ വീഡിയോ കാണുന്നത്, വാർത്തയാണ്. ഞാനത് പോയി ശരിക്കും വാർത്ത ഞാൻ കണ്ടിരുന്നില്ല. അപ്പൊ ഇന്നലെ എടുത്ത് നോക്കിയപ്പോഴാണ് ഒരു പെൺകുട്ടി, 16 വയസ്സുള്ള ഒരു പെൺകുട്ടി വീട്ടുകാരോട് ജസ്റ്റ് എന്തോ വഴക്കിട്ട്, പെൺപിള്ളാരും ആൺപിള്ളാരും ഒക്കെ എന്തേലും ഒന്ന് വഴക്കിട്ട ഉടനെ തന്നെ വീട് വിട്ട് ഇറങ്ങിപ്പോയി കോഴിക്കോടെത്തി. ഭക്ഷണം ചോദിച്ചത് മാത്രമേ ആ കൊച്ചിന് ഓർമ്മയുള്ളതെന്ന് പറയാം. വാർത്ത ഞാൻ കേൾപ്പിക്കാം. ഈ അച്ഛനമ്മമാരോട് പിണങ്ങി വെളിയിലോട്ട് ഇറങ്ങിപ്പോയി കഴിയും. വിശാലമായ ലോകമാണ്. അച്ഛനമ്മമാരെ പോലുള്ളവരാണ് ഈ 16 വയസ്സുള്ള ആണും പെണ്ണും ഒക്കെ വെളിയിൽ ഇറങ്ങുമ്പോൾ ചിന്തിക്കുന്നത് നമ്മുടെ ലോകത്തിൻ്റെ ആ ഒരു കാപട്യം പാവം പിള്ളേർക്ക് അതറിയത്തില്ല. അന്നാരെ തോന്നുന്ന ഒരു പെട്ടെന്നുണ്ടാകുന്ന അച്ഛനോടും അമ്മയോടും തോന്നിയ ഒരു ദേഷ്യത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കുന്ന ദൈവമേ, ചെന്നായ്ക്കൾ എന്ന് പറഞ്ഞാൽ കേരളം എന്ന് പറഞ്ഞാൽ കാലം എത്ര മാറി, സ്ത്രീകളൊക്കെ എത്ര പുരോഗമിച്ചു, പുരുഷന്മാരാണെങ്കിലും എല്ലാവരും ഫ്രീ ആയി. കുറെ പുരോഗമനവാദികൾ ഇവിടെ കിടന്ന് തലങ്ങും വിലങ്ങും വാദിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ആ നാടിൻ്റെ ആ ചെന്നായ് സ്വഭാവം ഉണ്ടല്ലോ, ഈ ക്രൂരത പിടിച്ച ആ സ്വഭാവം, അതിനൊന്നും ഒരു മാറ്റവും വന്നിട്ടില്ല. നമുക്ക് രാത്രിയിൽ സ്ത്രീകൾക്ക് വെളിയിലിറങ്ങി നടക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കേരളത്തിൽ എന്ന് കിട്ടുമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷെ അത് പറയുമ്പോൾ തന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇവിടെ എറണാകുളത്ത് നൈറ്റ് ഷോപ്പിംഗ് ഉണ്ട്. അതല്ലാതെ തന്നെ ഈ ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് ഈ രാത്രിയിലൊന്ന് ഇറങ്ങി നടന്ന് അവർ കാണിക്കുന്ന വൃത്തികേടുകൾ നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ മറു സൈഡിൽ ഈ കൊച്ചു കോഴിക്കോട് വന്ന് മലപ്പുറംകാരി കൊച്ച് അച്ഛനോടും അമ്മയോടും പിണങ്ങിയിട്ട് കോഴിക്കോട് വന്ന വിശന്നപ്പോൾ ആഹാരം ചോദിച്ച ഒരാളോട് വാർത്തയൊന്ന് കേൾക്കുക കേട്ടോ. ഈ വാർത്തയൊക്കെ നിങ്ങൾ കേട്ട് കാണും, ഞാനായിരിക്കും കേൾക്കാത്തത്. പക്ഷെ ഇത് ഞാൻ പറയാൻ മറ്റൊരു കാരണമുണ്ട്, ഈ വീഡിയോ ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അത് ഈ വാർത്ത കേട്ടിട്ട് പറയാം. രക്ഷിതാക്കളോട് പിണങ്ങി ഈ മാസം 20-നാണ് മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയായ 16-കാരി വീട് വിട്ട് ഇറങ്ങിയത്. 21-ന് അർദ്ധരാത്രി പെൺകുട്ടി എത്തിപ്പെട്ടത് ഈ കോഴിക്കോട് ബീച്ചിൽ. അവിടെ വെച്ച് മയക്കുമരുന്ന് സംഘത്തിന്റെ കെണിയിൽപ്പെട്ടു. അവർ അവളെ കൊണ്ടുപോയത് കോഴിക്കോട് ഒരു ഫ്ളാറ്റിലേക്കാണ്. അവിടെ വെച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് പെൺകുട്ടി ഇരയായി. 21-ന് രാത്രി 2 മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിൽ നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ സമീപത്തേക്ക് 2 പേർ വന്നു. അവരോട് ഭക്ഷണം കഴിക്കാൻ പെൺകുട്ടി പണം ചോദിച്ചു. പണം വാഗ്ദാനം ചെയ്ത 2 പേർ താമസിക്കാൻ സൗകര്യം ചെയ്തു തരാമെന്നും ഉറപ്പു നൽകി. പക്ഷേ പെൺകുട്ടി അഭയം തേടിയ ആ 2 പേർ നഗരത്തിലെ മയക്കുമരുന്ന് സംഘത്തിൽപ്പെട്ടവരായിരുന്നു. പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇവർ കൊണ്ടുപോയത് മാങ്കാവിലെ ഫ്ളാറ്റിലേക്കാണ്. അവിടെ 2 പേർ പെൺകുട്ടിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് പകരം അവർ മയക്കുമരുന്ന് നൽകി. പിന്നെ ക്രൂരമായ ലൈംഗിക പീഡനം. അറസ്റ്റിലായ പുതുപ്പാടി സ്വദേശികളായ മുഹമ്മദ് സ്വാലിഹ്, ഷബീർ അലി എന്നിവരാണ് ഫ്ളാറ്റിലുണ്ടായിരുന്നത്. ഇവരും പെൺകുട്ടിയെ കൊണ്ടുവന്നവരും ചേർന്നാണ് ലൈംഗിക പീഡനം നടത്തിയത്. പിറ്റേ ദിവസം ഉച്ചയോടുകൂടി അക്രമികൾ കാറിൽ പെൺകുട്ടിയെ കോഴിക്കോട് ബീച്ചിൽ തന്നെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു. രാത്രിയിൽ ഇവിടെ എത്തിയ പിങ്ക് പോലീസിന്റെ ശ്രദ്ധയിൽ ആണ് പെൺകുട്ടി പെട്ടത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ക്രൂരമായ ലൈംഗിക പീഡനത്തെക്കുറിച്ച് അറിയുന്നത്. ബീച്ചിൽ ഉപേക്ഷിച്ച പെൺകുട്ടിയുടെ കൈവശം 4000 രൂപയും പ്രതികൾ നൽകി. 20-ന് പെൺകുട്ടിയെ കാണാതായതിന് പിന്നാലെ ബന്ധുക്കൾ പെരിന്തൽമണ്ണ പോലീസിൽ പരാതി നൽകിയിരുന്നു. മിസ്സിംഗ് കേസ് പോലീസ് അന്വേഷിച്ച് വരുന്നതിനിടെയാണ് ലൈംഗിക പീഡനം നടന്നത്. ബന്ധുക്കളെത്തി കൊണ്ടുപോയ പെൺകുട്ടി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആരോഗ്യനില തൃപ്തികരമാണെന്ന് ബന്ധുക്കൾ അറിയിച്ചു. പെൺകുട്ടിയെ ബീച്ചിൽ നിന്നും ഫ്ളാറ്റിലെത്തിച്ച 2 പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. മാതൃഭൂമി അവന്മാരുടെ വീഡിയോ കണ്ടില്ലേ? അവന്മാർക്ക് അത്യാവശ്യം പ്രായമില്ലേ? അവന്മാരുടെ വീട്ടിൽ കാണും ഈ 10ഉം 15ഉം 16ഉം വയസ്സുള്ള പെൺപിള്ളാര്. ഈ ബീച്ചിൽ നിന്ന് ആ കൊച്ച് ആഹാരത്തിന് പൈസ ചോദിച്ച ആ കൊച്ചിനെ ആഹാരം തരാമെന്ന് പറഞ്ഞ് ഫ്ലാറ്റിൽ കൊണ്ടുപോവുകയും അവിടെ 2 പേര് കാത്തിരിക്കുകയും അവർ ഇവരോട് കൂടി പീഡിപ്പിക്കുകയും തിരിച്ച് ആ കൊച്ചിനെ 4000 രൂപയും കൊടുത്ത് കൈ കൊടുത്തിട്ട് രാത്രിയായപ്പോൾ തിരിച്ചു കോഴിക്കോട് ബീച്ചിൽ കൊണ്ടുപോയി ആക്കുകയും ചെയ്തു. പിന്നെ അവിടുന്ന് പിങ്ക് പോലീസ് കണ്ടെത്തി. അപ്പൊ ഞാൻ ഈ വീഡിയോ ആദ്യം തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ ഒരു 10, 26, 27 വർഷമായി കാണും, നമ്മുടെ നാടിനെ അന്നൊന്ന് നടുക്കിയ ചർച്ച ചെയ്ത സൂര്യനെല്ലി സംഭവം. ആ സെയിം സംഭവമാണ് ഇപ്പം. സൂര്യനെല്ലി പെങ്കൊച്ച് അവരുടെ റൂട്ടിലോടുന്ന ഒരു ബസ്സിലെ കണ്ടക്ടർ പയ്യനാണ് ആ കൊച്ചിനെ, ഇപ്പൊ കുഞ്ഞു കൊച്ചാണല്ലോ, അതിനെ വളച്ചൊടിച്ച് ഒരു വിധത്തിൽ കോട്ടയത്ത് കൊണ്ടുവരികയായിരുന്നു ചെയ്തത്. കോട്ടയത്ത് കൊണ്ടുവന്ന് ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ കൂടി ഏതാണ് അതിനെ ബസ് സ്റ്റാൻഡിൽ ഇട്ടേച്ചവൻ പോയെന്നുള്ളതാണ്. അപ്പം ഏതാണെന്നൊക്കെ വളഞ്ഞു കിട്ടിയ ആൾക്കാർ ചോദിക്കുമ്പോഴത്തേനാണ് ഈ ധർമ്മരാജ് നമ്മുടെ സിനിമാ ശൈലിയിൽ ഒരു എൻട്രി ആയിരുന്നു. അയ്യോ, എന്താണ് പോലീസ് കളിക്കുന്ന പോലെ, എന്താണ് സംഭവം, ഇപ്പം ചെന്നേ ശരിയാക്കല്ലേ. ധർമ്മരാജ് വക്കീൽ കഴിഞ്ഞാണ്, അഡ്വക്കേറ്റാണ്. അപ്പം ഞാനിപ്പോൾ ശരിയാക്കി തരാമല്ലോ എന്നുള്ള രീതി പറഞ്ഞു. എല്ലാവരും ധർമ്മരാജിനെയും പെങ്കൊച്ചിനെയോടെ കൂട്ടി ഈ പറയുന്ന പോലെ പോലീസ് സ്റ്റേഷനിലോട്ട് പറഞ്ഞു വിടുവോ, അങ്ങനെയെങ്ങാണ്ട് ആ സംഭവം ഒന്നും ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് ആ കൊച്ചിനെ അന്ന് കൊണ്ടുപോയി ലോഡ്ജിൽ താമസിപ്പിക്കുകയോ ഒരു സിനിമയ്ക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു ധർമ്മരാജ്. അത് കഴിഞ്ഞിട്ട് ധർമ്മരാജിൻ്റെ ചില സുഹൃത്തുക്കൾ ഉണ്ട്, അവരുടെ
ഒക്കെ വീടുകളിൽ കൊണ്ട് താമസിപ്പിച്ച് 10-40 ദിവസമാണ്. എത്രയോ പേരാണ് ആ കൊച്ചിനെ പീഡിപ്പിച്ച്. ഇടയ്ക്ക് അതിന് യൂറിനറി ഇൻഫെക്ഷൻ വന്നിട്ട് പോലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ എല്ലാം കൊണ്ട് നടന്ന് പീഡിപ്പിച്ചു. ആ കേസും ഈ പറയുന്ന പോലെ കുറേ പേരെല്ലാം വെറുതെ വിട്ട്, നമുക്കറിയാമല്ലോ രീതിയായി അത്. ആ സൂര്യനെല്ലി സംഭവം എന്ന് പറഞ്ഞാൽ ആ ധർമ്മരാജ് എന്ന് ഞാൻ പഠിച്ച കോളേജിലെ സീനിയറായിട്ട് പഠിച്ചാണ്. പഠിക്കുന്ന കാലത്ത് SFIയുടെ വലിയ വർക്ക് ചെയ്യുന്ന നേതാവായിരുന്നു. അഡ്വക്കേറ്റാണ്, പ്രാസംഗികനാണ്, നല്ലതായിട്ട് പ്രസംഗിക്കും. വലിയ ആദരവോടെ ആ കാലത്തെ കുട്ടികളെല്ലാവരും ഇയാളെ റെസ്പെക്റ്റോടെ, കാരണം ഈ ധർമ്മരാജിൻ്റെ അച്ഛനും ചേട്ടനും എല്ലാവരും മൊത്തം പേരും അഡ്വക്കേറ്റായിട്ട് ഉള്ളവരും നല്ല അറിയപ്പെടുന്ന ഫാമിലിയും എല്ലാം ആയ ഒരു ആളാണ്. അയാളാണ്, അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് ഇതുപോലൊരു പരിപാടി ചെയ്തത്. അല്ലാതെ വെറുതെ ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തിയല്ല ഇത്രയും വലിയ ക്രിമിനൽ കാര്യം ചെയ്തെന്ന് ഓർക്കണം. ആ ധർമ്മരാജ് ഇപ്പം വക്കീലൊന്നും അതൊക്കെ എടുത്തു കളഞ്ഞു കോടതി. വക്കീലായിട്ടൊന്നും പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഏതാണ്ട് ഒരു ഓഫീസൊക്കെ പോലെയൊക്കെ ഇട്ടിട്ട് വക്കീലന്മാർക്ക് ഉപദേശം കൊടുക്കുന്ന വക്കീലാന്നൊക്കെ അറിയുന്നു. ഇതൊക്കെ ഞാൻ പറയുന്നതിൻ്റെ കാര്യം, എൻ്റെ നാട്ടിലുള്ള ഒരു വ്യക്തിയാണ് ഈ ധർമ്മരാജ്. ആ പെങ്കൊച്ചിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ, സൂര്യനെല്ലി സംഭവം. അതേപോലെ അന്ന് എന്തോരം പത്രങ്ങളിൽ വാർത്ത വരികയും എന്തോരം ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കാര്യമാണ് സൂര്യനെല്ലി സംഭവം. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സംഭവം ഒന്ന് ഓർത്തെ, സെയിം സംഭവമാണിത്. ഇത് ഒന്നുകൂടെ ക്രൂരതയാണ്. കാരണം 10-16 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് ഒരാളോട് കൈ നീട്ടിയിട്ട് ഒരു ഫുഡിനുള്ള കാശ് ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അതിനെ പിടിച്ച് കൊണ്ടുപോയി പീഡിപ്പിക്കുക. എന്താ ചെയ്യുന്നതെന്ന് ആലോചിച്ചേ. സത്യത്തിൽ പിള്ളേരെ വളർത്തുമ്പോൾ മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. ഈ വീടിനുള്ളിൽ CBSE സ്കൂളിലൊക്കെ വിട്ട് അച്ഛനമ്മമാർ ജോലിക്കും പോയിട്ട് CBSE സ്കൂളിൽ വിട്ട് മക്കളെ പഠിപ്പിക്കുമ്പം ഒരു കാര്യമുണ്ട്, മക്കളെ പൊതുവെ ഉള്ള പുറം ലോകത്ത് എന്താ നടക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കാതെ വളർത്തിയിട്ടുണ്ട്. പിള്ളേർ മുമ്പല് കൊണ്ട് ചിരിക്കുന്ന എല്ലാം വിശ്വസിച്ച് അവരുടെ കൂടെ അങ്ങ് പോകും. ഇപ്പൊ ഈ സംഭവം നമുക്ക് വാച്ച് ചെയ്യുമ്പോൾ പറയാം, ആ കൊച്ചിന് ഈ ലോകം അറിയില്ല. അച്ഛനോടും അമ്മയോടും ഒന്ന് പിണങ്ങി ചാടിപ്പുറപ്പെട്ടിറങ്ങി വെളിയിൽ ഇറങ്ങുന്നു. അത് അതിന്റെ അച്ഛന്റെ പ്രായമുള്ള ഒരാളോടൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ മനസ്സിൽ അത് മാത്രമേ വരുള്ളൂ. അതിന്റെ അപ്പുറത്ത് ഇങ്ങനെയുള്ള ചെന്നാക്കളുടെ ലോകം അതിന് മനസ്സിലാവുന്നില്ല. പെൺപിള്ളാരെ പറഞ്ഞു മനസ്സിലാക്കി ആൺപിള്ളാരെ ആണേലും വെളിയിലോട്ട് ഇറങ്ങിയാൽ നമ്മളെ കടിച്ചു കീറാനുള്ള ഒരു ആൾക്കാർ ഇരിപ്പുണ്ടെന്നുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ലോകത്ത് വീടിന് വെളിയിൽ സുരക്ഷിതരല്ല എന്ന് മനസ്സിലാക്കി തന്നെ വളർത്തണം. ഇപ്പോഴത്തെ അച്ഛനമ്മമാർ ജോലിക്ക് പോകുന്ന തിരക്ക്, പലകൂട്ടം തിരക്ക്, അതും ഇതുമായിട്ട് ഇങ്ങനെ നടക്കും. പിള്ളേരെ വലിയ ഹൈ ലെവൽ സ്കൂളിൽ പഠിപ്പിക്കും, അവിടെ ഇതൊന്നും പറഞ്ഞു കൊടുക്കുകയില്ല. അവസാനം എന്തെങ്കിലുമൊക്കെ വരും, പിള്ളേരിങ്ങനെ വീട് വിട്ടിറങ്ങി. ഈ കൊച്ചിന് എന്തുകൊണ്ട് ഒന്നും തലയിലൊന്നും ചിന്തിക്കാനുള്ള പ്രായമായിട്ടില്ല, എന്നാലും ഒരാളുടെ കൂടെ ഫ്ലാറ്റിലേക്കൊക്കെ കയറി പോകുമ്പം എത്ര യാത്ര ചെയ്ത് വല്ലതൊക്കെ ആയിരിക്കും ഫ്ലാറ്റിലേക്കൊക്കെ പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ പോകുന്ന വഴിയിലൊന്നും ഒരു സംശയം ആ കൊച്ചിന് തോന്നുന്നില്ലല്ലോ. ആ തോന്നാത്ത എന്താണെന്ന് വെച്ചാൽ അതിന് പരിചയമില്ലാത്ത ഒരു ലോകമാണ്. അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇന്നിപ്പോൾ അത് ഹോസ്പിറ്റലിലാണെന്ന് പറയുന്നുണ്ട്. കേൾക്കുമ്പോൾ എന്തോ ഒരു വാർത്തയാണ് അതെന്ന് നിങ്ങളൊന്ന് ഓർക്കണം. ആ വാർത്ത സൂര്യനെല്ലി സംഭവം, ആ കൊച്ച് ഒത്തിരിയും കാലം ആശുപത്രിയിൽ കിടന്നിരുന്നു. അങ്ങനെയാണ് നിസ്സാരമായിട്ട് ബസ്സിൽ ഏതോ ഒരുത്തൻ ഒന്ന് വളച്ച്. ആ കാലത്താണേലും ഈ കാലത്താണേലും ബസ് കണ്ടക്ടർമാരോട് ഒരു ആരാധന പെൺകുട്ടികൾക്ക് കൂടുതൽ. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെ ആരാധന കൂടുതലായിരുന്നു. അതിൻ്റെ ഒരു ഇതൊക്കെയാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.